ജനനം മുതൽ മരണം വരെ ഒരാളുടെ വളർച്ചയ്ക്ക് പരോക്ഷമായോ പ്രത്യക്ഷമായോ പലരും സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ കാൽവയ്പിലും മനുഷ്യർ മാത്രമല്ല, പല പ്രാണികളും അറിഞ്ഞോ അറിയാതെയോ തുണയേകുന്നുണ്ട്. അതുപോലെ തിരിച്ചും സഹായിക്കാനും ഉപകാരം ചെയ്യാനും നാം കടമപ്പെട്ടവരാണ്. മനുഷ്യജീവിതം ഒറ്റതിരിഞ്ഞുള്ളതല്ല. ഉപകാരം എന്ന പോലെ ഉപദ്രവവും സുഖദുഃഖങ്ങളും ജീവിതയാത്രയിൽ നേരിടണം. ലക്ഷ്യമാർഗത്തിലൂടെ മനുഷ്യ പുരോഗതി ഉണ്ടാകണമെങ്കിൽ ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കണം. ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഓരോരുത്തരുടെയും ഗുണകർമ്മ സ്വഭാവങ്ങൾക്കനുസൃതമായ വർണ്ണാശ്രമങ്ങളും മറ്റും വിധിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ആശ്രമത്തിലൂടെ അറിവും അനുഭവങ്ങളും സമ്പാദിച്ച് ആത്മസാക്ഷാത്കാരം നേടുന്നതിനെയാണ് പുരുഷാർത്ഥ സിദ്ധി എന്ന് പറയുന്നത്. തുടർന്ന് ഗുരുവചനം കേൾക്കാം. ഭക്തിമാർഗത്തിൽ തുടക്കം മുതൽക്കേ ഫലം പുജിക്കാം, ആനന്ദമനുഭവിക്കാം. മറ്റു മാർഗങ്ങളിൽ അവസാനമാണിത്. ഭക്തിയുടെ ഫലം പ്ലാവിൽ നിന്ന് ചക്ക കിട്ടുന്നത് പോലെയാണ്. ചുവട്ടിൽ നിന്നേ ഫലം കിട്ടിത്തുടങ്ങും. എന്നാൽ മറ്റുള്ളവയിൽ മുകളിൽ കയറി ചെന്നാലേ ഫലം കിട്ടുകയുള്ളൂ. അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. കിം യാനേന ധനേന വാജികരിഭിഃ പ്രാപ്തേന രാജ്യേന കിം കിം വാ പുത്രകളത്രമിത്രപശുഭിർദേഹേന ഗേഹേന കിം ജ്ഞാത്വൈതത് ക്ഷണഭംഗുരം സപദിരേ ത്യാജ്യം മനോ ദൂരതഃ സ്വാത്മാർത്ഥം ഗുരുവാക്യത്തോ ഭജ ഭജ ശ്രീ പാർവതി വല്ലഭം. കിം യാനേന ധനേന വാജികരിഭിഃ പ്രാപ്തേന രാജ്യേന കിം കിം വാ പുത്രകളത്രമിത്രപശുഭിർദേഹേന ഗേഹേന കിം ജ്ഞാത്വൈതത് ക്ഷണഭംഗുരം സപദിരേ ത്യാജ്യം മനോ ദൂരതഃ സ്വാത്മാർത്ഥം ഗുരുവാക്യത്തോ ഭജ ഭജ ശ്രീ പാർവതി വല്ലഭം.